കുള്ളന്തെങ്ങ് വയ്ക്കാന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് ഗംഗാ ബോണ്ടോ മലേഷ്യൻ കുള്ളനോ അതൊന്നും പറ്റില്ല. ഈ കുറ്റ്യാടിയുടെ ഒരു കുള്ളന്തെങ്ങുണ്ട്, അതുപോലെ ചാവക്കാടൻ കുള്ളനുണ്ട്, ടീൻറ്റുടിയൊക്കെ ഉണ്ട്. അതൊന്നും കുഴപ്പമുള്ള തെങ്ങല്ല. പക്ഷെ അല്ലാതെ നമ്മുടെ വിപണിയിൽ ഈ ആളുകൾ നേഴ്സറിക്കാർ കൊണ്ടുവരുന്നത് ഈ ഗംഗാ ബോണ്ടൊക്കെയാ. അത് കരിക്കില പറ്റുള്ളൂ. അത് നമ്മൾ നോക്കുമ്പോൾ പച്ചമുന്തിരിയുടെ കൊല പോലെ ഇങ്ങനെ കാണും. ഇപ്പൊ ഈ തേങ്ങയൊക്കെ പൊതിച്ച ഒരു തേങ്ങ കൊടുത്തു കഴിഞ്ഞാൽ ഒരു 70 രൂപ 60 രൂപയൊക്കെ കിട്ടും. ഒരു വരും. കേരളത്തിന്റെ ഷേപ്പ് പടവലം പാവക്ക എന്ന രീതിയിലുള്ള ഒരു ഷേപ്പാണ്. എന്നാൽ നമ്മുടെ കേരളത്തിന്റെ ഒരു പേര് കിട്ടിയത് കേരം എന്നുള്ള ആ ഒരു പേരിൽ നിന്നാണ്. അതായത് തെങ്ങ്. പൊതുവെ പഴയ കാലത്ത് നമ്മുടെ നാട്ടിൽ വ്യാവസായിക അടിസ്ഥാനത്തിലായത് തെങ്ങ് കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ടായത്. പിന്നെ കാലങ്ങൾ വന്നപ്പോൾ കുറേ കേട് വന്ന് പോയി. അങ്ങനെ തെങ്ങ് കൃഷി തന്നെ എല്ലാവരും തന്നെ ആൾക്കാർ ഉപേക്ഷിച്ച ഒരു മട്ടിലാണ്. നമുക്ക് ആവശ്യത്തിന് വേണ്ടി 1 or 2 തെങ്ങുകളൊക്കെ നമ്മുടെ വീട്ടുകളിൽ ഉണ്ടാവും. അത്രയൊക്കെയാണ് സാധാരണ ഉണ്ടാവാറുള്ളൂ. ഇപ്പൊ നമ്മൾ വന്നേക്കുന്നത് കുള്ളൻതെങ്ങ് ഒരുപാടുള്ളൊരു തെങ്ങും തോട്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ കുള്ളൻതെങ്ങും അതിന്റെ ഏതാണ് ഇവിടെ വെച്ചേക്കുന്ന തെങ്ങെന്നൊക്കെ ഉള്ളത് നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഇവിടെ പറയുന്നുണ്ട്. നല്ല പണിയിലുള്ള അടിപൊളി തെങ്ങ് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോ തുടങ്ങിയ പരിപാടി അത്? പരിപാടി ഞാൻ പണ്ട് എൻ്റെ വീഡിയോയിലൊക്കെ പറയാറുണ്ട്. എൻ്റെ പരിപാടി തുടങ്ങുന്നത് 6 മണിക്ക് തുടങ്ങും. പിന്നെ വേനലാണി ഒരു 4 മണിക്കെങ്കിലും തുടങ്ങിയിരിക്കും. നമുക്കെന്നൊരു പണി ചെയ്യാം. ഇന്നത്തെ നമ്മുടെ വീഡിയോ അടിപൊളി തേങ്ങയല്ലേ നിൽക്കുന്നത്. ഈ തെങ്ങിനെ കുറിച്ച് ആയാലാ? ആ തെങ്ങിനെ കുറിച്ച് ആയിക്കോട്ടെ. കാരണം നമ്മൾ ഈ തെങ്ങിനെ കുറിച്ച് പറയുമ്പോൾ ഈ തെങ്ങിൻ്റെ വീഡിയോ നമ്മൾ ഒന്ന് ചെയ്തു പോയേക്കണതാണ്. അതായത് കുള്ളൻതെങ്ങാണ്. സാധാരണ നമ്മൾ കുള്ളൻതെങ്ങെന്ന് പറയുമ്പോൾ കരിക്കില പറ്റുള്ളൂ. വേറെ ഒരു പ്രത്യേകത കരിക്കിന് പറ്റും. പിന്നെ നമ്മൾ അതിൻ്റെ എണ്ണയുണ്ടല്ലോ, വെളിച്ചെണ്ണ ഉണ്ടല്ലോ, വെളിച്ചെണ്ണ പറ്റില്ല. ശരിക്കും പറഞ്ഞാൽ കറിക്ക് പറ്റില്ല. ഈവൻ പൂട്ടിന് വരെ നമ്മൾ ഈ തെങ്ങ ഇട്ട് കഴിഞ്ഞാൽ ഈ കുള്ളൻതെങ്ങയുടെ തേങ്ങക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. പക്ഷേ ഇത് കുറ്റ്യാടി തെങ്ങിൽ നിന്ന് വികസിപ്പിച്ചെടുത്തേക്കണെയാണ് രാംഗംഗ എന്നാണ് തെങ്ങിൻ്റെ പേര്. അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ ഈ തേങ്ങ നമ്മളെ കുറ്റ്യാടി തെങ്ങയാണ് എൻ്റെ അനുഭവം കൊണ്ട് വെച്ച് ഏറ്റവും കൂടുതൽ ടേസ്റ്റും വെളിച്ചെണ്ണയുള്ള. അതിനേക്കാളും ഒരു പടിയെങ്കിലും മുന്നിൽ നിൽക്കുന്നത്. കാരണം ഞാൻ വേണ്ടി തേങ്ങ നിങ്ങൾ വെട്ടിക്കാണിച്ചു തരാം. നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ട്. അവിടെ 2 കൊല്ലം മുന്നുള്ള ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ട്. നല്ല ഉള്ള നല്ല മധുരവും നല്ല വെളിച്ചെണ്ണയുള്ള തേങ്ങയാണ്. 3-ാം വർഷം തന്നെ കായ്ച്ചു. ഇപ്പൊ 2000 ഇപ്പോൾ 4 വർഷമായിട്ട് നന്നായിട്ട് കാവലം കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ തെങ്ങിന്റെ പരിചരണം കാര്യങ്ങളൊക്കെ ഞാൻ ആ വീഡിയോയിലൊക്കെ പറഞ്ഞു പോയിട്ടാണ്. ഇന്നും വില്ലനായിട്ട് നിൽക്കുന്നത് കൊമ്പൻ ചെല്ലിയാണ്. കൊമ്പൻ ചെല്ലിക്ക് ഈ തെങ്ങിനെ ആക്രമിക്കുന്ന അതാണ് ഒരു എല്ലാവരും ചർച്ച ചെയ്യുന്ന ഒരു പ്രശ്നം. അതാണ് പണ്ടൊക്കെ നമ്മൾ ഈ മണ്ടിരിയൊക്കെ വന്നപ്പോൾ സർക്കാർ ഇടപെടുകയും മണ്ടിരിക്ക് പ്രതിരോധവും ഒരുപാട് സംഭവങ്ങളൊക്കെ ചെയ്തു. ഇപ്പം അങ്ങനെയൊന്നും സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഇടപെടലൊന്നുമില്ല. നമ്മൾ സ്വയം ആർജിച്ചെടുക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യണം. ഇവിടെ ഞാൻ ഇപ്പം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ തെങ്ങ് പരമാവധി വൃത്തിയാക്കി. ഇപ്പം തെങ്ങ് വൃത്തിയാക്കിയിട്ട് 6 മാസമായി. ഇപ്പോൾ വൃത്തിയാക്കാറായിട്ടുണ്ട്. തെങ്ങ് വൃത്തിയാക്കി വയ്ക്കുക. തെങ്ങിൻ്റെ മേളിൽ എപ്പോഴും ഇപ്പം എനിക്ക് ആ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞു പോയതാണ്. പക്ഷേ എനിക്ക് ഇപ്പം ആവർത്തിച്ച് ഞാൻ പറയാം, ഈ മാസത്തിൽ 3 പാറ്റഗുളിക ടോപ്പിൽ വയ്ക്കുക. അപ്പൊ ആ 3 പാറ്റഗുളിക വർഷക്കാലം ആണെങ്കിൽ പെട്ടെന്ന് അൽത്തുവാന്ന് പറഞ്ഞാൽ എന്നാൽ 2 മാസം ഒക്കെ ഇരിക്കും. അപ്പൊ അതിന് മണം അല്പം കുറയും. അപ്പൊ അടുത്ത മാസം നമ്മൾ 3 വയ്ക്കുക. അവിടെ ഇരിക്കുന്നത് അവിടെ ഇരുന്നോട്ടെ, അതിനോടൊപ്പം തന്നെ 3 വയ്ക്കുക. പിന്നെ തെങ്ങ് വൃത്തിയാക്കിയിരിക്കുക. പിന്നെ ഏറ്റവും വീര്യമുള്ള നല്ല സ്മെല്ലുള്ള എന്ന് പറഞ്ഞാൽ ഹിൽബാൻ, അതുകൊണ്ട് മലാത്യോൺ ഇതെല്ലാം കലക്കി 1 ലിറ്റർ വെള്ളം കലക്കി ഇതിന്റെ കവിളിൽ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ വരുമ്പോൾ എല്ലാ മാസം തന്നെ ഒഴിക്കണം. അതിനൊരു വിട്ടുവീഴ്ച ഇല്ലാണ്ട് ഒഴിക്കണം. ഇവിടെ ഞാൻ കോണി ചാരി വെച്ചിട്ട് ഞാനും എന്റെ പണിക്കാരനും കൂടി ചെയ്യുന്ന ഒരു പണിയാണിത്. അങ്ങനെ ചെയ്താൽ മാത്രമേ തെങ്ങിനെ നമുക്ക് പ്രതിരോധിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇതിൽ വേറെ പ്രത്യേകത നമ്മുടെ അനുഭവം കൊണ്ട് നമുക്ക് തോന്നിയത്, ഒരു 15 അടിയുടെ മുകളിലേക്ക് ഈ തെങ്ങ് പൊങ്ങിക്കഴിയുമ്പോൾ 15 അടിയുടെ മുകളിലേക്ക് തെങ്ങ് പൊങ്ങിക്കഴിഞ്ഞ് കൊമ്പൻ ചെല്ലിയുടെ അക്രമം വളരെ കുറവാണ്. കാരണം ഇതിന്റെ ഒരു പറക്കലിന്റെ ഒരു ഘട്ടം എന്ന് പറയുന്നത് ഒരു 12-13 അടി പൊക്കത്തിൽ ഇത് പറന്നു വരുന്നത്. അതുകൊണ്ട് നമുക്ക് 15 അടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ എൻ്റെ വേറെ പറമ്പിൽ വലിയ തെങ്ങുകൾ ഉണ്ട്. ഒരു ചെലവിനും മരുന്ന് വയ്ക്കില്ല, ഒന്നും വയ്ക്കില്ല, അടിയിൽ വളം ഇട്ട് കൊടുക്കും. അത്രയോളം നല്ല അത്യാവശ്യം തേങ്ങയൊക്കെ ഉണ്ട്. പക്ഷേ ഈ കുള്ളൻതെങ്ങ്, കുള്ളൻതെങ്ങെന്ന് മാത്രമല്ല, നമ്മൾ ആദ്യം ഏത് തെങ്ങ് വെച്ചാലും ചെറിയ തെങ്ങായിട്ടാണുള്ളത്. ആ ഘട്ടത്തിലൊക്കെയാണ് ഈ കൊമ്പൻചെല്ലി കൂടുതൽ ആക്രമിക്കാൻ വരുന്നത്. പിന്നെ നമ്മൾ പറമ്പ് എപ്പോഴും വൃത്തിയാക്കുക. പിന്നെ പറമ്പിൽ വാഴ,
പരമാവധി ഒഴിവാക്കണം. അപ്പോൾ ചോദിക്കുന്നത് വാഴ, ഈ വാഴ ഞാൻ ചെന്ന് ഞാൻ കുരുമുളകിൻ്റെ വീഡിയോ നിങ്ങൾക്ക് കണ്ടറിയാമല്ലോ. ഞാൻ ഈ കുരുമുളകിന് ഒരു ഷെയ്ഡിന് വേണ്ടി അതിനെതിരെ വാഴ നട്ടേക്കാണ്. ആ കുരുമുളകിൻ്റെ വീഡിയോ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, അതിപ്പോൾ ഞാൻ പറയാൻ ആവർത്തിക്കുന്നില്ല. പക്ഷേ അതിപ്പോൾ എല്ലാ വാഴയും തന്നെ കുലച്ചിട്ടുണ്ട്. പിന്നെ അപൂർവം വാഴ കൊടുക്കാനുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഇതിൽ വാഴ ഉണ്ടാവില്ല. ഈ കുരുമുളകും തെങ്ങും മാത്രമായിരിക്കും ഇതിലുണ്ടാവുള്ളൂ. അതാണ് എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇനിയിപ്പോൾ ഈ തൈകള് നമ്മളിവിടെ തൈകൾ നമ്മൾ അങ്ങനെ ബൾക്കായിട്ട് തൈ ഉണ്ടാക്കാൻ കഴിയില്ല. വളരെ സെലക്റ്റഡ് ആയ തേങ്ങയിൽ നിന്ന് കുറച്ച് തൈകൾ നമ്മൾ ഉണ്ടാക്കാറുണ്ട്. അത് ഞാൻ മുള വരുമ്പോഴേക്കും ആളുകൾ എടുത്തുകൊണ്ട് പോകാറുണ്ട്. കാരണം തേങ്ങ തൈ കൊണ്ടാനും എളുപ്പമുണ്ട്. കാരണം വേണമെങ്കിൽ ഒരു കിറ്റിലിട്ടുണ്ട്, മുള കൊണ്ട് തേങ്ങ മുളച്ചാൽ മതി. ഇനി ഒരു കാര്യം, ഇത് എത്ര വർഷം കൊണ്ട് അല്ലെങ്കിൽ എത്ര മാസം കൊണ്ട് ഇത് കായ്ക്കും? വർഷം തന്നെ ഞാൻ പറയാം. ശരിക്കും 3-ാമത്തെ വർഷം തന്നെ ചെറിയ തോതിൽ ചുട്ടയിടാൻ തുടങ്ങും. നല്ല വെളിച്ചമുള്ളിടത്തിൽ, ഷെയ്ഡൊന്നും ഇല്ലാത്തടത്തിൽ, പഴയ രീതിയിലല്ല കേട്ടോ. പണ്ട് നമ്മൾ ഈ തെങ്ങൊക്കെ ഞാൻ അങ്ങനെ ചെയ്തു പോയത് എല്ലാൻറ്റിക്ക് കുഴിയാത്തി, ഇത് മലയാണ്, എല്ലാൻറ്റിക്ക് കുഴിയാത്തിയാണ് തെങ്ങ് വെച്ചത്. അങ്ങനെയൊന്നും വയ്ക്കരുത്. പറമ്പ് ശരിക്കും കളച്ചിളക്കിയിട്ട് ഒരു 2 അടി സ്ക്വയറിൽ കുഴിയെടുത്തിട്ട് തെങ്ങ് എപ്പോഴും പറമ്പിൻ്റെ മേളിൽ തന്നെ വരണം. ഈ മേലിൽ വന്നാലാണ് ഈ മേലിക്കടെ ഈ വേര് ഓടിയിട്ട് മേൽവണ്ണെന്നുള്ള വളം കിട്ടുള്ളൂ. ഇപ്പോഴും നിങ്ങൾ ഈ തെങ്ങ് നോക്കി, ഈ തെങ്ങിൻ്റെ വേര് ഈ പറമ്പിലേക്ക് എത്തിയിട്ടില്ല. ഇത് ഞാൻ എല്ലാൻറ്റിക്ക് കുഴിയാത്തിയതാണ്. അതൊരു ഫാൾട്ട് എനിക്ക് പറ്റി. അതുകൊണ്ട് ഈ കുഴിയിലേക്കാണ് വേര് പോകും. അവിടെ കിടന്ന് കറങ്ങാം. വേര് പുറത്തേക്ക് കിടന്നു അല്ലെങ്കിൽ തെങ്ങിൻ തൈ എപ്പോഴും മേലിൽ വയ്ക്കണം. അപ്പൊ അത് ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതാണ് എനിക്ക്. പിന്നെ ഈ പറഞ്ഞ കൂട്ട് ഈ കുള്ളൻ തെങ്ങ് പലവരും പറയുന്നുണ്ട്, ഈ കുള്ളൻ തെങ്ങ് വെച്ച് കഴിഞ്ഞാൽ അധികം ലാസ്റ്റ് ചെയ്യൂല, കുറച്ച് വർഷത്തേക്ക് നശിച്ചു പോകുന്നത്. അങ്ങനെ എനിക്ക് അനുഭവം തോന്നണില്ല. കാരണം തെങ്ങ് പരിചരിച്ചു കഴിഞ്ഞാൽ തെങ്ങ് ഞാൻ പോകുന്നോളും. തെങ്ങ് പിന്നെ വേറൊരു സംഗതി അതിൻ്റെ അകത്തുണ്ടല്ലോ, നമുക്ക് ഇതിന്റെ ആരംഭം പോലും നല്ല വിളവ് കിട്ടുകയാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ തെങ്ങ് പോയാൽ നമുക്ക് ആ കിട്ടുന്ന പീരീഡ് കൊണ്ട് നമുക്ക് മുതലാക്കാവുന്ന കാര്യമാണ്. ഇത് 50 വർഷം നിൽക്കണ 25 വർഷം നിൽക്കുന്ന 4 വർഷം കൊണ്ട് കിട്ടിയാൽ മുതലാക്കാവുന്ന കാര്യമാണ് തെങ്ങ്. അപ്പൊ അത് കുള്ളൻ തെങ്ങ് വെച്ചാൽ പിന്നെ കുള്ളൻ തെങ്ങിന് വെച്ചാൽ ഒരു ഗുണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ പരിചയം. കുള്ളൻ തെങ്ങ് വയ്ക്കാന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത് ഗംഗാ ബോണ്ടോ മലേഷ്യൻ കുള്ളനോ അതൊന്നും പറ്റില്ല. ഈ കുറ്റിയാടിയുടെ ഒരു കുള്ളൻ തെങ്ങുണ്ട്, അതുപോലെ ചാവക്കാടൻ കുള്ളനുണ്ട്, ടീൻറ്റുടിയൊക്കെ ഉണ്ട്. അതൊന്നും കുഴപ്പമുള്ള തെങ്ങല്ല. പക്ഷെ അല്ലാതെ നമ്മുടെ വിപണിയിൽ ഈ ആളുകൾ നഴ്സറിക്കാർ കൊണ്ടുവരുന്നത് ഈ ഗംഗാ ബോണ്ടൊക്കെയാ. അത് കരിക്കലേ പറ്റുള്ളൂ. അത് നമ്മൾ നോക്കുമ്പോൾ പച്ചമുന്തിരിയുടെ കൊല പോലെ ഇങ്ങനെ കാണും. പക്ഷെ ഒരു കാര്യമായിട്ട് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കേണ്ട ഒരു കാര്യമാണ്, പല തെങ്ങുകളും പറ്റൂല, കരിക്കാനേ പറ്റുള്ളൂ. തേങ്ങ അരക്കാനോ അല്ലെങ്കിൽ പുട്ടിനോ കാര്യങ്ങൾക്കോ ഒന്നും പറ്റൂല എന്നാ പറയുന്നത്. ഞാൻ കാര്യം പറയട്ടെ, ഒക്ടോബർ ലാസ്റ്റ് 2024 ഒക്ടോബർ ലാസ്റ്റ് ഞാൻ എല്ലാ വീഡിയോ ചെയ്യുമ്പോൾ ഡേറ്റ് പറയണ്ടി. കാരണം ഈ കുരുമുളകിന്റെ കാര്യം ചെയ്യുമ്പോൾ കൃത്യമായിട്ട് പറയാറുണ്ട്. കാരണം ഞാൻ പറയുന്ന കാര്യങ്ങൾ നടക്കണം. അപ്പൊ ആ ഡേറ്റ് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാം. ഇപ്പൊ നമുക്ക് തേങ്ങ, ഈ തേങ്ങയൊക്കെ പൊതിച്ച ഒരു തേങ്ങ കൊടുത്തു കഴിഞ്ഞാൽ ഒരു 70-60 രൂപയൊക്കെ കിട്ടും. വരും. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നമ്മുടെ നാട്ടിൽ തേങ്ങ കടകളിൽ ചെല്ലുമ്പോൾ ഈ പാലക്കാടൻ തേങ്ങ, ഈ പാലക്കാടൻ തേങ്ങക്ക് വെളിച്ചെണ്ണ കുറയും, വെളിച്ചെണ്ണയും കുറയും, അത് കറിക്കും ടേസ്റ്റ് കുറയും. പുട്ടിന്റെ അകത്ത് പുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നമ്മുടെ നാടൻ തേങ്ങ ചിരണ്ടി ഇട്ട് കഴിഞ്ഞാൽ അതിനൊരു ടേസ്റ്റ് പ്രത്യേകതയാണ്. പക്ഷേ ഈ വെളിയിൽ നിന്ന് തന്നെ തേങ്ങയ്ക്ക് ആ ടേസ്റ്റ് കിട്ടുന്നില്ല. അപ്പൊ നാടൻ തേങ്ങയ്ക്കാണ് അത് കൂടുതൽ കിട്ടുന്നത്. പ്രത്യേകിച്ച് എറണാകുളം ജില്ലയിലെ എറണാകുളം ജില്ല തെങ്ങ് മാത്രമല്ല, ഞാൻ എൻ്റെ കൂർക്ക ഉൾപ്പെടെ പയർ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ആവർത്തിച്ചിട്ടുള്ളതാണ്. ഭയങ്കര ടേസ്റ്റാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. ഇനി ഇപ്പൊ ഈ വീഡിയോ കണ്ടിട്ട് ആർക്കെങ്കിലൊക്കെ കുറച്ച് തൈകളൊക്കെ ആവശ്യമുണ്ടാവും. അപ്പൊ വിളി വരുമ്പോൾ ഇത് കൊടുക്കാനുള്ള ഇതില് കുറെ ഞാൻ പറഞ്ഞല്ലോ, വളരെ സെലക്റ്റഡ് ആയ തേങ്ങ എടുത്ത് ചെയ്യുന്നുണ്ട്. അത് ആരെങ്കിലും വിളിക്കുമ്പോൾ ഉണ്ടെന്ന് പറയും, ഉണ്ടെങ്കിൽ കൊടുക്കും. ഇപ്പൊ ഓൾറെഡി ഒരു 100-100 തൈ ഇരിപ്പുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ തോട്ടത്തില് എത്ര തെങ്ങ് ഇതേപോലത്തെ? ഇതില് ഞാൻ 1 ഏക്കർ 20 സെന്റ് സ്ഥലമുണ്ട്. ഇതില് ഞാൻ 60 തെങ്ങ വെച്ച. ഈ 60 തെങ്ങ് വെച്ചതിൽ എൻ്റെ 18 തെങ്ങ് പോയി. അത് ഇത്ര പരിചരണം ചെയ്തിട്ട് പോലും പോയി. അപ്പോൾ അതിന് വേറെ ചില കാരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ കുറേ ആയിട്ട് നല്ല പരിചരണം കൊടുക്കുന്നുണ്ട്. മാസത്തിൽ 2 പ്രാവശ്യമൊക്കെ ഞാൻ മരുന്ന് ഒഴിച്ചൊരു ഘട്ടമുണ്ടായിരുന്നു. ഇപ്പോൾ 2 പ്രാവശ്യം നമുക്ക് എത്തില്ല, 1 പ്രാവശ്യം മസ്റ്റായിട്ട് ഒഴിക്കും. അപ്പോൾ ആവർത്തിക്കുന്ന ഒരു കാര്യം, നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പാറ്റഗുളിയ ഒരു സംഭവം കേട്ടോ. പാറ്റഗുളിയ മാസത്തിൽ വയ്ക്കണമെന്നല്ല, കാരണം അതിന്റെ സ്മെല്ല് ഏറ്റവും ടോപ്പിലുള്ള 2-3 കൈയുടെ ഇടയിൽ ഈരണ്ടെണ്ണം വെച്ചാൽ മതി. അതിന് വലിയ ചെലവ് വരുന്നതല്ല. സ്മെല്ല് അതുമാതിരി കൂടിയ മണമുള്ള ഏതെങ്കിലും കീടനാശിനി, ഹിൽബാൻ, കാരാട്ട്, അതുമാതിരി മലാത്യോൺ, ഇതിനൊക്കെ ഈ മഴയത്തെ സമയത്ത് നമ്മളിതൊക്കെ ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ 2-3 ദിവസം കഴിയുമ്പോൾ മണം പോകില്ല. ഈ
മണ അടിക്കുകയും ഇതിൻ്റെ ദേഹത്ത് ഈ ആ ഒഴിക്കുന്ന മരുന്ന് അല്പം മുട്ടിയാലും ചത്തുപോകും. പക്ഷേ ഇതിൽ ചാവണ്ട പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിക്കാറുള്ളത്, നമ്മളൊരു കൊമ്പൻചെല്ലിയുടെ ചെറിയ കൊമ്പൻചെല്ലി, ചെമ്പൻചെല്ലിയോ കറുത്ത ചെറിയ ചെമ്പൻചെല്ലിയോ നമ്മളെടുത്ത് നല്ല കൂടിയ ഗ്ലാസ്സിലിട്ടാലും നമ്മളത് ചാവണത് നമ്മൾ കാണില്ല, അതിങ്ങനെ നിൽക്കും, അത് നമ്മൾ കാണില്ല. പക്ഷേ അത്ര മരുന്ന് വേണം, ചെറിയൊരു മണം കിട്ടിയാൽ പോലും ചത്തുപോകും, ചാവാൻ സമയം എടുക്കും. അതാണ് നമ്മൾ ഈ വാഴയുടെ പോളയൊക്കെ പൊളിച്ച് നോക്കുമ്പോൾ ഇത്തിരി മരുന്ന് കഴിച്ചാലും മതി, പോളയിലൊക്കെ 2-3-4 ദിവസം കഴിയുമ്പോൾ ചത്തിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ മണം അടിച്ചത് ചത്തു പൊക്കോളും. അതുകൊണ്ട് മണം പിന്നെ മറ്റേ പാറ്റഗുളി കഴിക്കുമ്പോൾ ഈ മണം കാരണം ഇത് വരില്ല, പറന്ന് അങ്ങോട്ട് വീണ്ടും തിരിച്ചു പോകും. അതൊക്കെയാണ് ഇനി എനിക്ക് ചോദിക്കാനുള്ളത്. ഇപ്പൊ ഇത് ഒരു തെങ്ങാണ്, അവിടുത്തെ തെങ്ങ് അവിടെ നിൽക്കുന്നുണ്ട്, ഇതിന്റെ മുകളിലേക്ക് ഇതാ കാണുന്നതൊക്കെ അതെ അങ്ങോട്ടൊക്കെ വലിയ അവിടെയൊക്കെ തെങ്ങ് നിൽക്കുന്നുണ്ട്. ഇതേപോലത്തെ ഒരു തെങ്ങിൽ നിന്ന് നമുക്ക് ഒരു വർഷം എത്ര തേങ്ങ അല്ലെങ്കിൽ എത്ര കിലോ തേങ്ങ വരെ വരാം? ഒരു വർഷം നമ്മളൊരു 6 ഇടലൊക്കെ നമുക്ക് ഇടാം. 6 ഇടൽ എന്ന് പറയുമ്പോൾ ഒരു 6, 3, 18. ഇപ്പത്തെ ഇതിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഒരു 200-250 തേങ്ങയൊക്കെ കിട്ടുന്നുണ്ട്. ഒരു വർഷത്തിൽ നമുക്ക് 250 തേങ്ങ ഈ ഒരു ചെറിയ തെങ്ങുമേന്ന് നമുക്ക് കിട്ടുന്നുണ്ടെന്നാണ് ഒക്കെ പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു 4-5 തെങ്ങയൊക്കെ നമ്മുടെ വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് നമ്മുടെ ആവശ്യത്തിന് 2 തെങ്ങ് മതി. നന്നായിട്ട് കായ്ക്കുന്ന തെങ്ങ് 2 മതി. എന്തിനാ 4-5 തെങ്ങ് വെച്ചാൽ ബാക്കി തെങ്ങ് നമുക്ക് വിൽക്കാമല്ലോ. ഒന്നും കൂടെ ഈ തെങ്ങിന്റെ പേരെന്ന് പറഞ്ഞേ. ഈ തെങ്ങിന്റെ പേര് രാംഗംഗ എന്നാണ്. രാംഗംഗ, ഇത് ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു പേരാണ് കേട്ടോ, രാംഗംഗ. അത് ഞാൻ ഒരു കാര്യം അതിൻ്റെ ഇടയിൽ പറയാനുണ്ട്. ഈ രാംഗംഗ വിൽക്കാനുള്ള അധികാരവും കാര്യങ്ങളൊക്കെ രാംഗംഗ നഴ്സറി തമിഴ്നാട്ടിലാണ് അവർക്കുള്ളൂ. പക്ഷേ ഇവിടെ ഇപ്പം ഞാൻ ഇങ്ങനെ ആയപ്പോൾ കുറച്ച് തേങ്ങ ഉണ്ടാക്കി നമ്മൾ വിൽക്കുന്നത് മാത്രമേ ഉള്ളൂ. അത് ഇപ്പൊ നമുക്ക് ലൈസൻസ് ആയിട്ട് ചെയ്യുന്നതല്ല, നമ്മുടെ അവരെ തെങ്ങുമേന്ന് നമ്മളുണ്ടായ തേങ്ങ എടുത്ത് മുളപ്പിച്ച് അത് കൊടുക്കും. അവരെ ബ്രാൻഡൊന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല. ഇതിന്റെ അകത്ത് കുറെ തെങ്ങ് പോയിട്ടുണ്ട്, അപ്പൊ അതിനൊക്കെ വയ്ക്കാൻ വേണ്ടി വെച്ചത്. ഇപ്പൊ ഒരു 2 വർഷമെത്തിയ തയ്യാട്ടോ. അപ്പൊ ഇതിപ്പോ കണ്ടോ കംപ്ലീറ്റ് ടൈറ്റ് വേര, ആനച്ചോടും തിരിഞ്ഞു. കണ്ടു നോക്കി, ഞാൻ കൃത്യമായിട്ട് അത്യാവശ്യം വേരുണ്ട്, ആനച്ചോട് തിരിഞ്ഞു. ഇത് നിങ്ങൾ പറമ്പിലേക്ക് ഇതുപോലത്തെ ഒരു തൈയാണ് പൊട്ടിച്ചു വയ്ക്കണമെങ്കിൽ 2 വർഷം വേണ്ട, അപ്പൊ ചൊട്ടയാവും. ഇപ്പൊ ഇത് എത്ര മാസമായി ഇപ്പൊ ഈ സംഭവം? ഇതൊരു 20 മാസമെങ്കിലും ആയിട്ടുണ്ട്. 20 മാസമായി ആയിട്ടുണ്ട്. ഇതിപ്പോ പറമ്പിലേക്ക് പൊട്ടിച്ചു കഴിഞ്ഞാൽ 1 വർഷം കഴിയുമ്പോഴൊക്കെ ചൊട്ടയാവാൻ തുടങ്ങും. 1 വർഷം കൊണ്ട് നമുക്ക് കിട്ടും. നല്ല ടൈറ്റ് വേര, ടൈറ്റ് ആയിട്ട് വേരിരിക്കാനുള്ള. ഇത് എത്രന്റെ കവറാണ്? ഈ കവറിന്റെ വലിപ്പം പറഞ്ഞു തരുന്നത് 30 കവർ. 30 കവർ. അപ്പൊ നമ്മുടെ ഇതുപോലെ തൈകളുണ്ടോ? ഇതുപോലത്തെ തൈ കുറച്ചൊക്കെ ഇരിപ്പുണ്ട്. അത് അധികം ഞാൻ എന്റെ പറമ്പിൽ തന്നെ വയ്ക്കാറാണ്. നമുക്ക് വേണ്ടിട്ട് വെച്ചേക്കാം, പുറത്ത് വിൽക്കാനുള്ള. ഇല്ല.